മധ്യവർഗത്തിന് ആശ്വാസം പകരുന്നതാണ് കേന്ദ്ര ബജറ്റ് എന്നാണ് വിലയിരുത്തൽ. ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും സാധാരണക്കാർക്കും ഊന്നൽ നൽകുന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. PR സുനിൽ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. PR സുനിൽ, മധ്യവർഗത്തിനെ ഹാപ്പിയാക്കുന്ന, കർഷകരെ ചേർത്ത് പിടിക്കുന്ന, ബീഹാറിന് കോളടിച്ച ഒരു ബജറ്റ് എന്ന് ഒരു വിലയിരുത്തൽ. എങ്ങനെ കാണാം ഈ ഒരു ബജറ്റിനെ? ഒപ്പം പ്രതിപക്ഷം ഏത് രീതിയിലാണ് ബജറ്റിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും ജനപ്രിയമെന്നും വേണമെങ്കിൽ രാഷ്ട്രീയമെന്നും പറയാവുന്ന ബജറ്റ് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. യുവാക്കൾ, സ്ത്രീകൾ, മധ്യവർഗം, അതുപോലെ തന്നെ കർഷകർ എന്നിവർക്കൊക്കെ മുൻഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് താൻ അവതരിപ്പിക്കുന്നത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടക്കത്തിൽ വ്യക്തമാക്കിയത്. ഏതായാലും കാർഷിക മേഖലയ്ക്കടക്കം നിരവധി പദ്ധതികളാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് PM ധ്യാൻ ധന്യ കൃഷി യോജന പദ്ധതിയാണ്. 1.7 കോടി കർഷകർക്ക് ആശ്രയമാകുന്ന പദ്ധതിയായിരിക്കും ഇത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിശദീകരിച്ചത്. മാത്രമല്ല, ഈ പദ്ധതിയിലൂടെ വലിയ മാറ്റങ്ങളാണ് കാർഷിക രംഗത്ത് ലക്ഷ്യം വെക്കുന്നത് എന്നും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം എന്നുകൂടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ ചെറുകിട മേഖലയ്ക്ക് വലിയ ഊന്നൽ ഈ ബജറ്റ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അതുപോലെ SC/ST വിഭാഗക്കാരായവർ, ഇവരൊക്കെ SC/ST വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് തീർച്ചയായും ആദായ നികുതി ഘടനയിൽ വരുത്തിയിട്ടുള്ള വലിയ മാറ്റം തന്നെയാണ്. 12 ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ടതില്ല. പുതിയ തീരുമാനം അനുസരിച്ച് 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം ഇനി നികുതി നൽകിയാൽ മതി. ആ ഘടനയിലും വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 30% നികുതി നൽകണമായിരുന്നു. ഇനി മുതൽ അത് 25% നികുതി നൽകിയാൽ മതി. 30% നികുതി എന്നത് 25% മുകളിലെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രമായി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് തീർച്ചയായും മധ്യവർഗത്തെ സ്വാധീനിക്കുന്നതിനായി ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായി എടുത്തു കളഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു തീരുമാനമാണ്. 7 മരുന്നുകളുടെ നികുതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ആരോഗ്യരംഗത്തും വലിയ പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം ആരോഗ്യരംഗത്ത് എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ യൂണിറ്റുകൾ തുടങ്ങും എന്ന പ്രഖ്യാപനമാണ്. അടുത്ത ഒരു വർഷത്തിനകത്ത് 200 ജില്ലാ ആശുപത്രികളിൽ ഇത്തരം കേന്ദ്രങ്ങൾ തുടങ്ങും. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം അടുത്ത 5 വർഷത്തിൽ 75,000 ആക്കി ഉയർത്തും എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 10,000 സീറ്റുകൾ ഉയർത്തും. ഇത്തരത്തിൽ മധ്യവർഗത്തെയും ഒപ്പം തന്നെ രാഷ്ട്രീയമായി നോക്കിയാലും ഒക്കെ തന്നെ ചെറുകിട മേഖലയെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന, സ്പർശിക്കുന്ന ബജറ്റ് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിനും വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റ് നൽകുന്നുണ്ട്. ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ മധ്യവർഗത്തിൻ്റെ വോട്ടൊക്കെ വളരെ നിർണായകമായ ദില്ലിയിൽ ഈ ബജറ്റ് സ്വാധീനമാകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ കണക്കാക്കുന്നത്. ഏതായാലും കേരളത്തിന് പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായില്ല.